press the bell icon on the YouTube app and never miss another update. ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനൊരു വളരെ റിക്വസ്റ്റഡും അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ ഹെയർ ഓയിൽ വീഡിയോ ആണ്. എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്യണം മുതൽ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്താണ് ആ ഗ്രീൻ ഓയിൽ, ഞാൻ എന്താണ് എന്ന് ഉപയോഗിക്കുന്ന ആ ഓയിൽ ഒന്ന് കാണിച്ചു തരും. ഞാൻ കോക്കനട്ട് ഓയിൽ കാണിക്കാൻ തരും, എന്തുകൊണ്ട് ആ ഗ്രീൻ ഓയിൽ ഉപയോഗിക്കുന്നത് പല ആൾക്കാരും ചോദിച്ചു. സോ ഇന്ന് ഞാൻ വിചാരിച്ചു അതിന് ഫ്രം ദ സ്ക്രാച്ച് എങ്ങനെയാണ് ഞാൻ അതിൻ്റെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. അതിന് എന്തൊക്കെ സാധനങ്ങളാണ് ഞാൻ ഉപയോഗിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാൻ വിചാരിച്ചു. അത് കാണിക്കുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തലമുടിയിൽ ഓയിൽ മാത്രം ചെയ്തുകൊണ്ട് മുടി നല്ലോണം കിളിക്കണമെന്നില്ല. നമ്മുടെ മുടിയിൽ പല കാരണങ്ങളുണ്ട് നമ്മുടെ മുടി വളരുന്നതിനും അതിൻ്റെതായ തന്നെ കൊഴിച്ചിലിനും പല കാരണങ്ങളുണ്ട്. ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ്റ്റേണലി എന്തൊക്കെ ചെയ്താലും നമ്മൾ ഇന്റേണലി നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്തുകൊണ്ടും നല്ലതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും പറയാറുണ്ട്, ഞാൻ ഇത് ചെയ്യുന്നുണ്ട് അത് ചെയ്യുന്നുണ്ട് പിന്നെ എനിക്ക് മുടി കൊഴിച്ചില്ല. അതിന്റെ കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് എക്സ്റ്റേണലി മനസ്സിലാവുന്നില്ലായിരിക്കും, ഇന്റേണലി ആയിരിക്കും നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നു ബോഡിയുടെ അകത്ത്. ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ അനീമിയ, PCOD, PCOS, തൈറോയിഡ്, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ മേജർലി എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നം. ഏത് ടീനേജർ പ്രായം മുതൽ തന്നെ ഇപ്പോൾ ഉള്ള കുട്ടികളിലും അതുപോലെ തന്നെ പ്രായമായാലും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഈ PCOD, PCOS, തൈറോയിഡ് ഒക്കെ. അതുപോലെ തന്നെ അനീമിയ വളരെ ബേസിക് ആണ്, പക്ഷെ മുടി കൊഴിച്ചിൽ ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ പല ആൾക്കാർക്കും കാരണമാവുന്ന ഒരു റീസൺ ആണ് അനീമിയ. അങ്ങോട്ട് ബ്ലഡ് കുറവാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ അതുകൊണ്ടും വളരെയധികം നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാവാം. അതുകൊണ്ട് നമ്മൾ എക്സ്റ്റേണലി ഓയില്, മാസ്കുകൾ എത്ര നമ്മൾ അപ്ലൈ ചെയ്താലും പക്ഷെ നമുക്ക് മുടിയിൽ വളരുന്നതായിട്ട് നമുക്ക് തോന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും തന്നെ ഹെയർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വളരുന്നുണ്ടെങ്കിലും അതിനെക്കാളും കൂടുതൽ ഓൾറെഡി ഉള്ള മുടി റെസ്റ്റിംഗ് ഫേസിലോട്ടായിട്ട് അത് പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് തോന്നത്തില്ല നമുക്ക് മുടി വളരുന്നുണ്ടെന്ന് പോലും. ചെറിയ ചെറിയ ബേബി ഹെയർ വരുന്നുണ്ടായിരിക്കും, പക്ഷെ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഡബിൾ എമൗണ്ടിൽ പോകുന്നുണ്ടായിരിക്കും. സോ ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതും അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്റേണലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഒരു നല്ല ഡോക്ടറെ കാണുക. ഡോക്ടറിനെ നമ്മളൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ മതി. ഒരു സിമ്പിൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് തൈറോയിഡ് ഉണ്ടോ അനീമിയ ഉണ്ടോ, നമുക്ക് അതിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. വലിയ ഒന്നും ചെയ്യണ്ട. അതുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഇന്റേണലി ഒന്ന് ശരിയായി കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള മരുന്ന് അല്ലെങ്കിൽ ബ്ലഡ് കൂട്ടാൻ വേണ്ടിയുള്ള നമ്മൾ ഫുഡ്, എത്ര നല്ല ഫുഡുകളുണ്ട്, ബീട്രൂട്ട്, അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ, നമുക്ക് പൊമഗ്രനേറ്റ്, മാതള നാരങ്ങ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ബ്ലഡ് തന്നെ വന്നോളും ബോഡിയിൽ. പിന്നെ കുറച്ച് സപ്ലിമെന്റ്, വിറ്റാമിൻ സപ്ലിമെന്റ് ഒക്കെ തരാൻ തന്നെ നമ്മുടെ ബോഡി അകത്തുനിന്നൊരു സ്ട്രോങ് ആവും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ വെളിയിൽ ഇപ്പൊ എന്ത് ടൈപ്പ് എണ്ണ ആയാലും ഏത് ടൈപ്പ് മാസ്ക് ആയാലും നമുക്കത് ബോഡിയിലോട്ട് നല്ലോണം അത് അബ്സോർബ് ആയിട്ട് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള മുടി വരും. സോ ആദ്യം തന്നെ ബേസിക് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഇന്റേണൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ ആദ്യം അതിനെയാണ് നമുക്കത് മനസ്സിലാക്കേണ്ടത്. ആദ്യം അതിനെ സോൾവ് ചെയ്യണം. എന്നിട്ടേ നമ്മൾ എക്സ്റ്റേണലി എന്തൊക്കെ ചെയ്താലും നമ്മുടെ ബോഡി അതിനെ അക്സെപ്റ്റ് ചെയ്ത് നല്ലോണം അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അതാണ് എനിക്ക് ബേസിക് ആയിട്ട് നിങ്ങൾക്ക് എല്ലാവരുടെ പറഞ്ഞുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും പറയാറുണ്ട്, എന്ത് ചെയ്ത് ഫ്രീക്വന്റ്ലി വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് എനിക്ക്, ഞാൻ അത് ചെയ്യുന്നുണ്ട് ഇത് ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്ക് എന്താ പിന്നെയും മുടി കൊഴിച്ചിൽ വരുന്നത്. അത് ചിലപ്പോൾ നമുക്ക് ഇന്റേണലി എന്തെങ്കിലും ആയിരിക്കും നമുക്ക് പ്രശ്നം വരുന്നത്. അതുകൊണ്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ അറിയത്തില്ല, നമ്മൾ വിചാരിക്കാം നമുക്കൊരു കുഴപ്പമില്ല, നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്നൊരു കുഴപ്പമില്ല. പക്ഷെ അകത്ത് ബോഡിയുടെ അകത്ത് പല പല കാരണങ്ങളാണ് നടക്കുക, പല പല പ്രശ്നങ്ങളാണ് ചിലപ്പോൾ നടക്കുന്നത്. ചെറിയ മൈന്യൂട്ട് പ്രശ്നങ്ങൾ നമ്മുടെ ഹെയർ ഫോൾ ആയാലും സ്കിന്നിലായാലും അത് റിഫ്ലക്ട് ചെയ്യും പെട്ടെന്ന് തന്നെ. കണ്ണിനടി ഡാർക്ക് സർക്കിൾ ആയിട്ട് അങ്ങനെ പല രീതിയിലാണ് ബോഡി സിഗ്നൽ വരുന്നത്. നമുക്കത് മനസ്സിലാക്കുമ്പോഴത്തേക്ക് വളരെ താമസിച്ചു പോകും. അതിനാണ് ഞാൻ പറയുന്നത്, എന്തെങ്കിലും നിങ്ങൾക്ക് ബോഡിയിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നൊരു ചെറിയ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ ഒരു കുഴപ്പം ആർക്കും വരത്തില്ല. അധികം മുടി കൊഴിച്ചിലുള്ള ഒരു കാര്യം വരുന്നത് നോർമൽ എല്ലാവർക്കും മുടി കൊഴിച്ചിൽ വരും. ഒരു 50 to 80 അണ്ടറിൽ വരുന്ന മുടി കൊഴിച്ചിലൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നേ ഉള്ളൂ. അത് അത്ര വലിയ ഡ്രാസ്റ്റിക് ആയിട്ടൊന്നുമില്ല. പക്ഷെ 100-100ന്റെ എബോവ് ആയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും കുറയുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ എപ്പോഴും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ചിലപ്പോൾ ചെറിയൊരു പ്രശ്നമായിരിക്കും നമുക്ക് ഈ ഹെയർ ലോസ് കൂടുതലാക്കുന്നത്. സോ അത് റൂട്ട് കോസ് എന്തോ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ അപ്പം തന്നെ എൻ്റെ ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ അധികം ഹെയർ ലോസ് വരാൻ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്കത് മനസ്സിലാക്കി അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതിനാണ് ഞാൻ ഈ കാര്യം പറഞ്ഞു തന്നത്. അപ്പൊ നമുക്ക് അധികം താമസിപ്പിക്കാതെ ഈ ഓയിലിന് വേണ്ടി എന്തൊക്കെയാണ് വേണ്ടത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഓയിലിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വലിയ പിടിയോളം നമുക്ക് കറിവേപ്പില വേണം, ഒരു പിടിയോളം നമുക്ക് കുഞ്ഞുള്ളി വേണം, ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് വേണം നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ. ഏകദേശം ഒരു പിടിയോളം മതി. പിന്നെ ഈ കറിവേപ്പിലയുടെ പകുതി അളവിൽ വേണം നമുക്ക് അടുത്തതായിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യവേപ്പില വേണം. ആര്യവേപ്പില അത് കഴിഞ്ഞ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നെല്ലിക്ക പൊടിയാണ്. നെല്ലിക്ക ഉണക്കി അത് ഞാൻ പൊടിച്ചെടുത്തതാണ്, വീട്ടിൽ തന്നെ ചെയ്തതാണ്. പക്ഷെ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ
നിങ്ങൾക്ക് ഏതെങ്കിലും ആയുർവേദ കടയിൽ നിന്ന് വേണമെങ്കിലും കിട്ടും. നെല്ലിക്കപ്പൊടി ഒരുവിധം എല്ലാ കടകളിലും കിട്ടും. അത് കഴിഞ്ഞ് അവസാനമായിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അലോവേരയാണ്. അലോവേര ഏകദേശം ഒരു വലിയ പീസ് അലോവേര തന്നെ നമുക്ക് വേണം ഇതിനു വേണ്ടി. പിന്നെ അലോവേര എടുക്കാതിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അത് എന്തുവന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്തൊക്കെയാണെന്ന്. നിങ്ങൾ അലോവേര എടുക്കാതിന് ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം. അതിന്റെ താഴത്തെ വശം ഏറ്റവും ബ്രോഡ് ആയിട്ടുള്ള ഫ്ലഷ് ആയിട്ടുള്ള വശത്തിന് ചെറുതായിട്ടൊന്ന് കത്തി വെച്ച് ചെറുതായിട്ട് മുറിച്ചു കൊടുക്കണം. അത് മുറിച്ചു കൊടുക്കാൻ തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് യെല്ലോ കളറിൽ ഒരു സബ്സ്റ്റൻസ് വരുന്നതായിട്ട് തോന്നും. ഞാൻ കാണിച്ചു തരാം. യെല്ലോ കളറിൽ ഈ സബ്സ്റ്റൻസ് ഇത് ഒട്ടും നിങ്ങൾ ഹെയറിലായാലും അതുപോലെ തന്നെ ഫേസിലായാലും ഒട്ടും ഉപയോഗിക്കില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കുമ്പോൾ തന്നെ വളരെയായിട്ട് അലർജിക് റിയാക്ഷൻ നമുക്ക് ഉണ്ടാവും. എത്ര അലർജി വരാത്ത ആൾക്കാരാണെങ്കിലും ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഫേസിലോ ഹെയറിലോ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചൊറിച്ചിൽ വരും. ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നവർ ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിത് പറയുന്നത്. ഡെയിലി ഉപയോഗിക്കുന്നവർക്ക് ഇതിനെപ്പറ്റി അറിയായിരിക്കും. പക്ഷെ ആദ്യമായിട്ട് ഇത് ഉപയോഗിക്കുന്നവർ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ വേണമെങ്കിൽ ഇതുകൂടെ ഇട്ട് ചെയ്യും. അതിനുവേണ്ടിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇത് ഒന്നും ചെയ്യേണ്ട. ഒരു കത്തി വെച്ച് മുറിച്ച് കഴിഞ്ഞ് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ കുറച്ച് നേരം നമുക്ക് ഇങ്ങനെ വെച്ചിരുന്നാൽ മതി. എവിടെയെങ്കിലും ചാരി ഇങ്ങനെ വെച്ചിരുന്നാൽ മതി. ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് 1/4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഇതിന് താഴോട്ട് ഫുള്ളി യെല്ലോ ലിക്വിഡ് അങ്ങ് അക്യുമുലേറ്റ് ആവും. അക്യുമുലേറ്റ് ആയി കഴിഞ്ഞ് നമുക്കൊരു ഒന്നുകൂടെ ചെറിയൊരു കത്തി വെച്ച് വളരെ കനം കുറച്ച് ഒരു പീസ് കൂടെ ഇവിടുന്ന് മുറിച്ചെടുത്ത് കഴിഞ്ഞ് ഇത് വെള്ളത്തിൽ നല്ലോണം കഴുകിയെടുക്കണം. എന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ മഞ്ഞ സാധനം ഒട്ടും നമുക്ക് വേണ്ട. നമുക്ക് ഒട്ടും യൂസ്ഫുൾ അല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പൊ കാണിച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ഇനി മിക്സിയിലിട്ട് നല്ലോണം അരച്ചെടുക്കണം. വെള്ളം ഇടാതെ വേണം അരയ്ക്കാൻ. അതിനുവേണ്ടി നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അലോവേര വേണം നമ്മൾ ആദ്യം അരച്ചെടുക്കാൻ വേണ്ടി. അലോവേര അരയ്ക്കുന്നതിന് മുമ്പേ നമ്മൾ ഇതിന്റെ സൈഡിലുള്ള ഈ മുള്ളു പോലുള്ള പാർട്ട് ഇങ്ങനെ ഒരു കത്തി വെച്ച് ശരിക്ക് ചെത്തി കളയണം. നമുക്ക് ഈ പാർട്ട് വേണ്ട ഇതിന്റെ വേണ്ടി. രണ്ട് വശത്തെ ഈ പാർട്ട് അങ്ങ് നമുക്ക് കത്തി വെച്ച് മുറിച്ച് കളയാം. അലോവേര നല്ലോണം കഴുകാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അത് കൂടാതെ തന്നെ ഇതിന്റെ ഈ പച്ച പാർട്ട് ഉണ്ടല്ലോ, മേലിലുള്ള ഈ പച്ച കളറ്, അത് നമുക്ക് വേണം ഇതിനു വേണ്ടി. നമ്മൾ ഫേസിൽ ഉപയോഗിക്കുന്നതിന് ഈ പച്ച പാർട്ട് ഉപയോഗിക്കാറില്ല. പക്ഷെ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നതിന് നമുക്ക് ഈ പാർട്ട് കൂടെ വേണം ഇതിനകത്ത് ഉപയോഗിക്കാൻ. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ ഇതുകൂടെ സൈഡമാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കൊരു ചെറിയ ചെറിയ പീസാക്കി മിക്സിയിലിട്ട് ആദ്യം ഇത് മാത്രം നമുക്ക് അരച്ചെടുക്കാം. അന്നേരം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് അരയ്ക്കാൻ ഈസി ആയിരിക്കും. ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് അരച്ച് കിട്ടും. ഇത് അലോവേര അരച്ച് വെച്ചാണ്. ഓൾറെഡി ഞാൻ മിക്സിയിലിട്ട് നല്ലോണം അരച്ചെടുത്ത് ആദ്യം ഇത്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്നിച്ച് അരച്ചെടുക്കാം. നമുക്ക് ആദ്യം തന്നെ ഉള്ളി ഇടാം. നമുക്ക് ഉള്ളി ചെറിയ പീസാക്കി ഇടുവാണെങ്കിൽ അരച്ചെടുക്കാൻ ഈസി ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ചെറിയ ചെറിയ പീസാക്കി ഇടുവാണ് കുഞ്ഞുള്ളി. ഇനി നമുക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാം ഇതിനകത്തോട്ട്. ഇനി നമുക്ക് ആര്യവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇത് മിക്സിയിലെടുത്ത് നല്ലോണം ഞാൻ അരച്ചെടുത്തതാണ്. ഇതുപോലെ നല്ലോണം അരച്ചെടുക്കാൻ നോക്കുക. ഇനി നമുക്ക് എണ്ണ കാച്ചാൻ പോവാം. എണ്ണ കാച്ചാൻ നേരം 200 ml വെളിച്ചെണ്ണയിലാണ് ഞാൻ ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് ഞാൻ 200 ml വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെളിച്ചെണ്ണ എടുക്കാം. വിർജിൻ കോക്കനട്ട് ഓയിൽ വേണമെങ്കിൽ വിർജിൻ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സാധാ വെളിച്ചെണ്ണ ആയാലും മതി. എണ്ണ ചെറുതായിട്ട് ചൂടായി തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഈ അരച്ച് വെച്ചേക്കുന്ന മിക്സ്ചർ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിതൊരു ലോ ഫ്ലെയിമിലിട്ട് വേണം ചൂടാക്കി എടുക്കാൻ. അധികം ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കല്. എണ്ണ എപ്പോഴും നമ്മൾ കാച്ചാൻ നേരം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടേ ചെയ്യാവൂ. ആദ്യം നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. പിന്നെ ഉണ്ടാക്കുന്നതിന് താഴെ ഇച്ചിരി അടി കട്ടിയുള്ള പാത്രത്തിൽ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. എപ്പോഴും ഇളക്കണമെന്ന് നിർബന്ധമില്ല. ഇനി നമുക്ക് ഇതിനകത്തോടെ നെല്ലിക്കപ്പൊടി ഇട്ട് കൊടുക്കാം. നെല്ലിക്കപ്പൊടി ഞാൻ ഏകദേശം ഒരു വലിയ 4 സ്പൂണോളം എടുത്തിട്ടുണ്ട് ഇതിനു വേണ്ടി. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 15 മിനിറ്റോളം കഴിഞ്ഞ് അപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ഏകദേശം ഇങ്ങനെ ഈ പരുവത്തിൽ നമുക്ക് കിട്ടും.
കുറച്ച് നേരം എടുക്കും ഇതൊന്ന് മൂക്കാൻ വേണ്ടി. ആ കറക്റ്റ് പാകത്തിന് വേണം നമ്മൾ ഇതിനെ എടുക്കാൻ. ഇപ്പൊ ഏകദേശം ഒരു അരമണിക്കൂറോളം ആയി ഇത് ചൂടാവാൻ തുടങ്ങിയിട്ട്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇച്ചിരി ചൂട് ഇച്ചിരി കൂട്ടി കൊടുക്കാം. കരിയാതെ ഇത് ശ്രദ്ധിക്കണം നിങ്ങൾ, ഇത് കരിയാൻ പാടില്ല. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. എണ്ണ പതുക്കെ പതുക്കെ ഇതിനകത്ത് തെളിഞ്ഞു വരത്തുള്ളൂ. ഇതിപ്പോ ഓൾമോസ്റ്റ് പാകമായി. ഇത് ഏകദേശം അരമണിക്കൂറോളം എടുത്ത് ഇതാവാൻ വേണ്ടി. അത് ഡിപ്പെൻഡ് ചെയ്യും നമ്മൾ ഏത് ചൂടിലാണ് ഇത് ഉണ്ടാക്കുന്നത്, അതിനനുസരിച്ചൊക്കെ ഇരിക്കും ഇതിന്റെ പാകം വരുന്നത്. നമ്മൾ എത്രമാത്രം ചൂടിലാണ് ഉണ്ടാക്കുന്നതിനനുസരിച്ചൊക്കെ ഇരിക്കും. പല ഗ്യാസ് ബേണറിലും പല രീതിയല്ലേ. ഏകദേശം ഈ പരുവാകുമ്പോഴത്തേക്ക് ഇതിന്റെ നമ്മൾ ഇട്ട സാധനം എല്ലാം നല്ലോണം മൂത്ത് വരും. ഇതിൻ്റെ അകത്ത് അരമണിക്കൂറോളം ഇങ്ങനെ എടുത്തത് ഉണ്ടാവാൻ വേണ്ടി. ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ടിട്ട് കുറച്ച് നേരം ഇങ്ങനെ തന്നെ ഇട്ടേക്കണം ഇത്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു അരിപ്പ് വെച്ചോ അല്ലെങ്കിൽ തുണി വെച്ചോ ഇത് അരിച്ചെടുക്കാം. അതിന് മുമ്പ് ഇതിന്റെ ചൂട് നല്ലോണം പോകാൻ വേണ്ടി നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. എണ്ണയുടെ ചൂടെല്ലാം മാറിക്കഴിഞ്ഞ് നമുക്കിത് അരിച്ചെടുക്കാം. ഒന്നീ നമുക്ക് അരിപ്പ് കൊണ്ട് അരിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തുണി വെച്ച് അരിച്ചെടുക്കാം. തുണി വെച്ചെടുക്കുന്നതായിരിക്കും ഈസി. അന്നേരം നല്ലോണം എന്തെങ്കിലും ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ഒന്നും പോലെ പ്യുവറായിട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ട് നമുക്ക് ഞാൻ തുണി വെച്ചാണ് ഇപ്പം അരിച്ചെടുക്കുന്നത്. ഒത്തിരി ഉണ്ടെങ്കിൽ പല പല ബാച്ച് ആയിട്ട് ചെയ്താൽ മതി. ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറച്ച് ഓയിലല്ലേ ഉണ്ടാക്കി, അതുകൊണ്ട് അധികം ഇല്ല. അതുകൊണ്ട് ഞാൻ ഒന്നിച്ചാണ് ഇത് എടുക്കുന്നത്. ഇതിപ്പോ ഇതിന്റെ അടിയിൽ കുറച്ച് ഈ നമ്മൾ പൊടിയുടെ ചെറിയ ബാക്കി കാണും. നിങ്ങൾ ഇത് എത്രമാത്രം അരിച്ചെടുക്കുന്ന അതിനനുസരിച്ച് ഇതിന്റെ കളർ തെളിഞ്ഞ് വരും. ഇതിപ്പോ ഇച്ചിരി ഡാർക്ക് ആയിരിക്കുന്നത് അതുകൊണ്ടാണ്. ഇതിന്റെ അടിയിൽ ആംല പൗഡർ ഇപ്പോഴും ഉണ്ട്. ഇത് ഇതിന്റെ അകത്തോട്ട് ചെറുതായിട്ട് പൊടിയും കൂടെ വരുന്ന കാരണം നമ്മൾ ഇതിനെ ഒന്നുകൂടെ അരിച്ചെടുക്കുമ്പോൾ ഇതിന്റെ കളർ ഇച്ചിരി ലൈറ്റ് ആയിട്ട് വരും. ഒരു ഡാർക്ക് പച്ച കളറാണ് ഇപ്പം വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ അരിക്കാം, പക്ഷെ ഇങ്ങനെ ഇടുന്നതായാലും കുഴപ്പമില്ല. ഞാൻ കൂടുതലും ഇങ്ങനെ തന്നെയാണ് വെക്കുന്നത്. പെതുക്കെ പെതുക്കെ അതിന്റെ കളർ അത് വന്നോളും. നല്ലോണം ഇതിന്റെ എണ്ണ എടുക്കാൻ നോക്കുക. ഈ ഓയിൽ നമ്മൾ ബോട്ടിൽ ഇട്ട് വെക്കാൻ തന്നെ അതിനകത്ത് കുറച്ച് ഉലുവയും കരിഞ്ജീരകവും ഇട്ട് കൊടുക്കാവുന്നതാണ്. അത് കംപ്ലീറ്റ്ലി ഓപ്ഷണൽ ആണ്. ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലൊരു ബോട്ടിലോട്ട് എയർ ടൈറ്റ് കണ്ടെയ്നറോ അല്ലെങ്കിൽ കൂടുതൽ നല്ലത് ഇതിനും ഗ്ലാസ് ബോട്ടിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ്. നമുക്ക് സ്റ്റോർ ചെയ്ത് വെളിയിൽ തന്നെ സൂക്ഷിക്കാം. അധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുവാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം. എന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ ഉള്ളിയൊക്കെ ഇടുന്നതല്ലേ, അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച് വേണമെങ്കിൽ സൂക്ഷിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതായിരുന്നു എന്റെ ഗ്രീൻ ഓയിൽ ഇൻഗ്രീഡിയൻസ്. എന്തൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തന്നുള്ള ഡീറ്റെയിൽ. സോ അടുത്ത വീഡിയോയിലൂടെ നല്ലൊരു ടോപ്പിക്കായിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മീ നൈന സൈനിങ് ഓഫ്. ബൈ ആൻഡ് ടേക്ക് കെയർ.